ഹിമാലയനെ പറ്റി പറയുവാണെങ്കിലേ ഇന്ത്യൻ റോഡ്സിന് ഇത്രയും അനുയോജ്യമായിട്ട് വേറെ വണ്ടി ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 2018 മോഡൽ BS4 ഹിമാലയനെ പറ്റിയാണ്. വണ്ടിയെ പറ്റി പറയുവാണെങ്കിലേ BS3 ഹിമാലയൻ ആകെ 13 മാസത്തിനടുത്തേ പ്രൊഡക്ഷൻ ഉണ്ടായുള്ളൂ. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കാർബറേറ്റർ ഇഷ്യൂസും മിസ്സിങ് ഇഷ്യൂസും ആയിരുന്നു. വണ്ടി 2016 എൻഡ് അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴാണ് വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷനോടെ BS4 ആയിട്ട് വണ്ടി ഇറങ്ങിയത്. പിന്നെ ഹിമാലയനെ പറ്റി പറയുവാണെങ്കിൽ ഒരു 2015 ഒക്കെ ആയപ്പോഴത്തേക്കും റോയൽ എൻഫീൽഡിന് ക്ലാസിക് സ്റ്റാൻഡേർഡ് അവർ ആ ഒരു മോഡലിനോടാണ് കൂടുതൽ ഒരു ശ്രദ്ധ കൊടുത്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് ക്ലാസിക്കിൽ ഒരുപാട് ഡിസൈനുകളൊക്കെ വണ്ടിയിൽ ഇറങ്ങി വന്നു. അപ്പോൾ ആളുകൾ മാറി ചിന്തിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അവർ ഒരു വെറൈറ്റിക്ക് വേണ്ടി അവരുണ്ടാക്കിയൊരു വണ്ടിയാണ് ഹിമാലയൻ. ഒരു പക്ക ഓഫ് റോഡർ വണ്ടിയാണ് ഹിമാലയൻ. അതിൻ്റെ സസ്പെൻഷൻ തൊട്ട് അതിൻ്റെ ടയർ വരെ എല്ലാം പക്ക ഓഫ് റോഡറാണ്. പിന്നെ വണ്ടിയെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്വിച്ച് അസംബ്ലി നമുക്ക് തുടങ്ങാം. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഹോണ്, ഇൻഡിക്കേറ്റർ, ഹൈ ബീം, ലോ ബീം, പിന്നെ പാസിൻ്റെ സ്വിച്ച്. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇഗ്നിഷൻ സ്വിച്ച്, എൻജിൻ കിൽ സ്വിച്ച്. പിന്നെ ഇതിൻ്റെ ഓണർ ഒരു എക്സ്റ്റേണലായിട്ട് ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒരു എക്സ്ട്രാ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഹിമാലയൻ്റെ മീറ്റർ കൺസോളിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കാണാനുള്ള വണ്ടിയുടെ സ്പീഡോമീറ്ററാണ്. അത് നല്ല ആവശ്യത്തിന് വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ RPM മീറ്റർ, അത് കുറച്ച് ചെറുതായിട്ട് കൊടുത്തേക്കുന്നത് എന്നാലും ഉണ്ട്. പിന്നെ ഒരു കോമ്പസ് ഉണ്ട്. ഈ ഒരു റേഞ്ചിൽ, പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു വണ്ടിക്കും കൊടുക്കാത്തൊരു സംഭവമാണ് ഈ കോമ്പസ്. അത് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്യൂൽ ഇൻഡിക്കേറ്റർ, ഒരു ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്, ടൈമിൻ്റെ ഉണ്ട്, പിന്നെ വണ്ടിയുടെ ടെമ്പറേച്ചർ, പിന്നെ ഓഡോമീറ്റർ, ട്രിപ്പ് 1, ട്രിപ്പ് 2. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ ബാക്കി വണ്ടികളിൽ കാണാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോ ട്രിപ്പിലും എന്തോരം ആവറേജ് മൈലേജ് ഉണ്ടെന്ന് കാണിക്കും. അതായത് ട്രിപ്പ് Aയിൽ എത്ര മൈലേജ്, ട്രിപ്പ് Bയിൽ എത്ര മൈലേജ്. ഹിമാലയൻ്റെ സീറ്റ് ക്വാളിറ്റിയും സീറ്റ് സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡ്രൈവർ സീറ്റ് നല്ല നീട്ടത്തിലുമാണ്, നല്ല വിഡ്ത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിരിക്കും. ഡ്രൈവർ സീറ്റ് മാത്രമല്ല, പില്യൺ സീറ്റും. ഈ പ്രൈസ് ടാഗിൽ ഇത്രയും കംഫർട്ടായിട്ട് വേറെ സീറ്റുകൾ ഉണ്ടോ എന്ന് ഡൗട്ടാട്ടോ. പിന്നെ മേജർ ആയിട്ട് ഈ വണ്ടിയിൽ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫുഡ് പാക്ക് പൊസിഷനാണ്. സീറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ വണ്ടിയിൽ ഇത് കൊടുത്തേക്കുന്നത്. ഈ ഫുഡ് പാക്ക് താഴെയെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഗുണം എപ്പോഴാണ് വരണമെന്ന് വെച്ചാൽ നമ്മൾ ഹെവി ആയിട്ട് ഓഫ് റോഡ് പോകുമ്പോഴാണ്. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കയറി നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് ഈ ഹാൻഡിലായിട്ട് എത്തും. നിന്ന് നമുക്ക് ഓടിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് നമുക്ക് ഓടിക്കാം. പിന്നെ ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുമ്പോൾ ഒരു 800 mm ആണ് ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. എൻ്റെ ഹൈറ്റ് ഒരു 174 ഉണ്ടെങ്കിലും ഒരു 170, 165 ഒക്കെ ഉള്ളവർക്ക് സുഖമായിട്ടിരുന്നിട്ട് ഈ വണ്ടിയിൽ രണ്ട് കാലും താഴെ എത്തുള്ളൂ. പിന്നെ ഹിമാലയനെ പറ്റി പറയാനുള്ള ഹിമാലയൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റിയാണ്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണെങ്കിലും ഈ ഒരു 190 kg വെയിറ്റ് ഉള്ളൊരു ഈ വണ്ടിയെ പിടിച്ചു നിർത്താൻ മാത്രമുള്ള ഒരു ബ്രേക്ക് ഈ വണ്ടിക്കില്ല. ABS ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ 60% ഫ്രണ്ടും 40% ബാക്കും ആട്ടോ കൊടുക്കേണ്ടത്. അതിൽ ഈ റേഷ്യോ വ്യത്യാസം വരെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ടോ ബാക്കോ പാളാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വരുന്ന BS6 വണ്ടികളിൽ അവർ സ്വിച്ചബിൾ ABS കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ വണ്ടികളിൽ അതില്ല. സ്വിച്ചബിൾ ABS കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബ്രേക്കിങ്ങും അത്ര സാറ്റിസ്ഫാക്ടറി അല്ല അതിൻ്റെ ഓണേഴ്സിന്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു ആവശ്യമാണ് വണ്ടിയുടെ സസ്പെൻഷനെ പറ്റി. ഈ റേഞ്ചുള്ള വണ്ടികളിൽ ഇത്രയും സസ്പെൻഷൻ ക്വാളിറ്റി ഉള്ള വേറെ വണ്ടി ഞാൻ റൈഡ് ചെയ്തിട്ടില്ല. നോർമൽ റോഡ്സിൽ ഇതിൻ്റെ ക്വാളിറ്റി തന്നെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാകും. ഈ ഹമ്പുകളോ കുഴികളോ ഇത് രണ്ടും ചാടിക്കഴിഞ്ഞെങ്കിൽ വണ്ടിക്ക് ഒരു അറിവ് പോലും നമുക്ക് വരില്ല. അത്രയും സുഖമായിട്ട് ഈ വണ്ടി അതിൻ്റെ മുകളിൽ കൂടെ പോകും. പിന്നെ ഇതിൻ്റെ ശരിക്കുമുള്ള കഴിവ് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഓഫ് റോഡിലോട്ട് ഇറങ്ങണം. ഇതിനെ നോർമൽ റോഡ്സിനേക്കാൾ കൂടുതൽ അടിപൊളിയാണ് നമുക്ക് ഓഫ് റോഡ്സിലാണ് തോന്നുന്നത്. നമ്മുടെ കേരള റോഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ റോഡ്സ് എല്ലാം ഈ കുണ്ടും കുഴിയും നിറഞ്ഞാണ് കൂടുതലും. നല്ല ഹൈവേനേക്കാൾ കൂടുതൽ കുണ്ടും കുഴിയും ഉണ്ടാവും. അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് ആ കുണ്ടും കുഴിയിലൊക്കെ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത്ര അടിപൊളിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ട്രാവലിംഗ് നടക്കാം. പിന്നെ പറയാനുള്ള ഈ വണ്ടിയുടെ കോർണറിങ് എബിലിറ്റിനെ പറ്റിയാണ്. വണ്ടി ഒരു കോർണറിങ് വണ്ടി അല്ലെന്ന് പറഞ്ഞല്ലോ, ഓഫ് റോഡ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കോർണറിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, വെയിറ്റ് ഉള്ളത് കൊണ്ടും പിന്നെ വണ്ടിയുടെ ഡൈനാമിക്സും. പിന്നെ ഈ വണ്ടിയിൽ എടുത്തു വരേണ്ട കാര്യമാണ് ഇതിൻ്റെ ടയേഴ്സ്. ഇതിൻ്റെ ഫ്രണ്ട് ടയർ ആയാലും ബാക്ക് ടയർ ആയാലും ഓഫ് റോഡിങ് ഫ്രണ്ട്ലി ടയേഴ്സ് അല്ല. ഇതിന് സൈഡ് പ്രൊഫൈൽസ് ഒട്ടുമില്ലാത്ത ടയറാണ്, ഓഫ് റോഡ് ടയർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ വണ്ടി വീശി കഴിഞ്ഞിട്ട് സൈഡ് ചേർന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി നേരെ കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കയ്യിൽ നിന്ന് പോയി തന്നെ ഇരിക്കും വണ്ടി. വണ്ടിയിൽ കൊടുത്തേക്കുന്ന 2 ടയറും ട്യൂബുള്ള ടയറാട്ടോ. അതുകൊണ്ട് പഞ്ചറിൻ്റെ ചാൻസ് വളരെയേറെ കൂടുതലാണ്. ഈ വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു 411cc എഞ്ചിനാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഹിമാലയനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഹിമാലയൻ പവറല്ല, ടോർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതായത് ഈ വണ്ടിയിൽ ബാക്കിയുള്ള 400cc എഞ്ചിൻസ് വെച്ച് നോക്കുമ്പോൾ പവർ ഭയങ്കര കുറവാണ്.
പക്ഷേ ടോർക്ക് നല്ല രീതിയിലുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ട കാര്യമാണ് വണ്ടിയുടെ ഫസ്റ്റ് ഗിയർ ടോർക്ക്. ഇതിൻ്റെ ഫസ്റ്റ് ഗിയർ ടോർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ 400cc വണ്ടിയായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഡൊമിനർ ആയാലും മോജോ 300 ആണ്, എന്നാലും ആ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്ര അടിപൊളിയാണ്. ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി ക്ലച്ച് വിട്ട് ത്രോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന പോലെ ഒരു ഫീലാണ് കേട്ടോ നമുക്ക്. പിന്നെ ഈ വണ്ടിയുടെ ഗിയർ ബോക്സിനെ പറ്റി പറയാനുള്ളത്, ഗിയർ ബോക്സ് ആവശ്യത്തിന് തന്നെ ടൈറ്റാണ് വണ്ടി. ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ നിന്ന് ഓടിക്കുന്ന സമയത്ത് അറിയാണ്ട് ഗിയറുമ്പോൾ തട്ടി ഗിയർ ചേഞ്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ അവർ ടൈറ്റാക്കി വെച്ചേക്കുന്നത്. പിന്നെ 6th ഗിയർ ഇല്ലാത്ത ഈ വണ്ടിയിൽ മേജറായിട്ട് ഒരു ഡിഫക്റ്റ് തന്നെയാണ് കേട്ടോ. കാര്യം നമ്മൾ ഹൈവേയിലൊക്കെ ഒരു ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 6th ഗിയർ ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ നമുക്ക് നല്ല രീതിയിൽ തോന്നും. ക്ലച്ചിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു മോഡറേറ്റ് ടൈറ്റ് തന്നെയാണ് ഈ വണ്ടിയിലുള്ളത്. അത്ര ലൂസുമല്ല, അത്ര ടൈറ്റുമല്ല. നമ്മളൊരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കൊക്കെ പോകുമ്പോൾ ഈ ക്ലച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കൈയൊക്കെ നല്ല വേദന എടുക്കും കേട്ടോ. പിന്നെ ഹിമാലയനെ പറ്റി ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ്റെ ഒച്ച ഒരു ടാപ്പറ്റ് അടിക്കണ നോയ്സ് പോലത്തെയാണ്. ഞാൻ ഒച്ച കേൾപ്പിച്ചുതരാം. പിന്നെ ഹിമാലയനിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് നിൽക്കുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ ഒന്ന് ഈ ഫ്യൂൽ ടാങ്ക് റീഡിങ്ങിനെ പറ്റിയാണ്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ അവരിത് ഈ ഫ്യൂൽ ടാങ്ക് റീഡിങ് ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ റീഡിങ് നമുക്ക് ജന്മത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ പെട്രോൾ ഇല്ലാത്ത സമയത്ത് അവർ പറയും പെട്രോൾ ഫുൾ ടാങ്ക് ഉണ്ടെന്ന്. ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ഒരു 20-30 കിലോമീറ്റർ ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഇത് എംപ്റ്റിയുടെ അടുത്ത് പോയി നിൽക്കും, ചിലപ്പോൾ ഹാഫ് ടാങ്കിനടുത്ത് വെക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക്. അത് എന്താണെന്നറിയില്ല. ഇപ്പോഴത്തെ BS6-ലും ആ പ്രശ്നമുണ്ട്. അത് ഇതുവരെ അവർ സോൾവ് ആക്കിയിട്ടില്ല. അവിടെ ഏതോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ വൈബ്രേഷനും റെസ്റ്റിങ്ങുമാണ്. വൈബ്രേഷൻ കമ്പയറിങ്ങിൽ ക്ലാസിക്കിനേക്കാളും സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണെന്ന് പറയുമെങ്കിലും ഈ വണ്ടിക്കും നല്ല രീതിയിൽ വൈബ്രേഷൻ ഉണ്ട്. പിന്നെ ഈ വണ്ടി കാണിച്ചപ്പോൾ എല്ലാവരും ഈ സ്പീഡോമീറ്ററിൽ ഈ ക്രാക്കുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് വൈബ്രേഷനും പിന്നെ വിൻഡ് ഡിഫ്ലക്ഷനും കാരണം തന്നെ ഉണ്ടായേക്കുന്ന ഈ ക്രാക്സ്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈലൻസറിനെ പറ്റിയാണ്. സൈലൻസർ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഒരു സിൽവർ കളറാണെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ 2 മാസം റണ്ണിങ്ങിൽ തന്നെ ഇതൊരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് വരുന്നുണ്ട്. അത് BS6 വേരിയൻറ്റിലും ഈ പറഞ്ഞ കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് പിന്നെ ഈ വണ്ടിയിൽ പറയുന്നൊരു കംപ്ലയിൻ്റാണ് ഈ വണ്ടിയുടെ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് ഒട്ടും ക്വാളിറ്റി ഇല്ല കേട്ടോ. കാര്യം ഒരു ഓഫ് റോഡ് വണ്ടി ആയിട്ട് പോലും ഈ സംഭവം പെട്ടെന്ന് പോകും. ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സ്. എന്ത് ബലമെന്നറിയും ഈ സാധനത്തിന്. ഇത്രയും ബലത്തിൽ ഞാൻ വേറെ ഇൻഡിക്കേറ്റർ ഞാൻ ഓടിച്ച വണ്ടികൾ കണ്ടിട്ടില്ല കേട്ടോ. അത്ര അടിപൊളിയാണ് ഇതിൻ്റെ ക്വാളിറ്റി. പിന്നെ ഈ വണ്ടിയുടെ ക്രൂസ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു 70 to 90. ഈ വിൻവൈസർ ആ സമയത്ത് വഹിക്കുന്ന പങ്കിനെ പറ്റി നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. നമ്മുടെ നെഞ്ചത്തേക്ക് വരുന്ന കാറ്റ് ഇത് ശരിക്കും കൺട്രോൾ ചെയ്യും. ഇതൊരു 70 കിലോമീറ്റർ സ്പീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യും, ഒച്ചയും വരാനും ചാൻസ് ഉണ്ട്. ഇതൊരു 400cc വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 25 to 30 അതാണ് നമുക്ക് നോർമൽ റോഡ്സിലുള്ളത്. പിന്നെ 30 to 35 ഹൈവേയിൽ. 35+ കിട്ടണമെങ്കിൽ നമ്മൾ ഗിയർ ചേഞ്ച് ഇല്ലാണ്ട് ഹൈവേയിൽ 70 കിലോമീറ്റർ സ്പീഡിൽ ലോക്ക് ചെയ്ത് വെക്കണം. ഈ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റിയെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു 15 ലിറ്റർ ടാങ്കാണ് ഈ വണ്ടിയിൽ സ്റ്റോക്കായിട്ടുള്ളത്. ഒരു ടോപ്പ് എൻഡ് ഇതിൻ്റെ പറയുമ്പോഴത്തേക്കും ഒരു 120 to 140 ഇടയ്ക്കാണ് വരുന്നുള്ളൂ. 140+ ഈ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. നമ്മളൊരു 100 മുകളിൽ ഈ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും ഈ ഹാൻഡിലുമേ വൈബ്രേഷൻ വരാറുണ്ട്, ഫുഡ് പെഗ്, പിന്നെ മിറേഴ്സ് ഉണ്ടെങ്കിൽ മിറേഴ്സുമേ വൈബ്രേഷൻ വരാറുണ്ട്. ഒരു 400cc വണ്ടി ആയിട്ട് പോലും ഇതിൻ്റെ കൂളിംഗ് വെറും ഓയിൽ കൂളിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അത് വെറും ഒരു ബ്രെഡിൻ്റെ വലിപ്പം, അങ്ങനെ എന്തെങ്കിലും ചെറിയ വലിപ്പമേ ഇതിൻ്റെ കൂളിങ്ങിനുള്ളൂ. ഇതൊരു പ്രഹസനമായിട്ട് കൊടുത്തതെന്ന് തന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഇതിനെ കൂളിംഗ് ഫീച്ചർ ഒന്നും വലിയ അട്രാക്റ്റീവോ പവർഫുള്ളോ ഒന്നുമല്ല. നമ്മൾ ഒരു ടൗണിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ ഹീറ്റാവും. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണെങ്കിൽ പിന്നെ പറയേണ്ട വണ്ടിയെ പറ്റി. പിന്നെ ഈ വണ്ടിയിൽ മേജറായിട്ട് ഒരു ഡിഫക്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓണോ. അതങ്ങനെ ഹെഡ്ലൈറ്റ് ഓണാക്കി നമ്മൾ കുറേ കാലത്തെ യൂസിങ്ങിൽ വണ്ടിയുടെ ബാറ്ററി ഡ്രെയിനായി പെട്ടെന്ന് ലൈഫ് തീർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് BS6-ലെങ്കിലും ഇത് വണ്ടി ഓൺ ആയി കഴിഞ്ഞിട്ട് മാത്രം ഹെഡ്ലൈറ്റ് ഓൺ ആക്കുന്ന ഫീച്ചർ കൊടുക്കായിരുന്നു. പക്ഷേ അവരത് കൊടുത്തിട്ടില്ല. ജെറ്റ് വിട്ടാണല്ലോ പോണേ. നമ്മൾ എക്സ്പൾസ് ഈ വണ്ടിയുടെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പൾസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 മോഡ് വണ്ടിയുണ്ട്.
അതായത് ഓൺ റോഡിനുള്ള വണ്ടിയുണ്ട്, ഓഫ് റോഡ് പോകാനുള്ള വണ്ടിയുണ്ട്. ഇതാകെ ഒറ്റ വേരിയൻ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ ഇതുപോലത്തെ വണ്ടിയിൽ നമ്മൾ കയറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാല് ഒരു ഫുഡ് റെസ്റ്റിൽ ചവിട്ടി മുകളിലായിട്ട് ചവിട്ടി കയറണം. എന്നിട്ട് വേണം മറ്റേ കാല് അടുത്ത ഫുഡ് റെസ്റ്റിൽ ചവിട്ടാൻ. ഞാൻ കാണിച്ചു തരാം. ഇതുമേ ചവിട്ടി കയറുക. എന്നിട്ട് ഈ വണ്ടി പറ്റി പറയുവാണെങ്കിലേ ഇതിൻ്റെ പൊസിഷൻ നല്ല അപ്രൈറ്റ് ആണ് കേട്ടോ. കറക്റ്റ് അപ്രൈറ്റാണ്. നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഈ വണ്ടിയിൽ ഇരിക്കാം. ഇതിനെപ്പറ്റി പിന്നെ എടുത്തു പറയേണ്ട ഒരു കുഴപ്പമാണ് ഈ വണ്ടിയുടെ സ്റ്റാൻഡ്. ഈ വണ്ടിയുടെ സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ ഉള്ള സ്ലോപ്പിങ് ഭയങ്കര കുറവാണ്. ഇതിപ്പോൾ ആരെങ്കിലും ഈ വണ്ടിയുടെ അപ്പുറം വന്നിരിക്കുകയാണെങ്കിൽ വണ്ടി ഈ സൈഡ് മറയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടിനെ പറ്റി പറയുകയാണെങ്കിലേ കാണിച്ചു തരാം. വണ്ടി ചുമ്മാ നമ്മൾ റേസാകാൻ വേണ്ടി തന്നെ താഴ്ന്നു. പിന്നെ ഈ വണ്ടിയുടെ ഓഫ് റോഡ് പെർഫോമൻസ് ഒരു രക്ഷയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ അധികം ഓഫ് റോഡ് സ്ഥലങ്ങളില്ല, എന്നാലും ഉള്ളവിടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ റോഡ് തന്നെ ഒരു ഓഫ് റോഡിന് പറ്റിയ സ്ഥലം തന്നെയാണല്ലോ. ഞാൻ പറ്റുന്നവരെ കാണിച്ചു തരാം. ഇത് നിന്ന് ഓടിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, എളുപ്പത്തിൽ നമുക്ക് നിന്ന് ഓടിക്കാം. അപ്പോൾ ഹിമാലയൻ്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.